സുഹൃത്തുക്കളെ, ക്യാമ്പിംഗ് ജീവിതത്തിലെ പിന്നാമ്പറ കാഴ്ചകളാണ് കാണുന്നത്. പക്ഷെ സ്ലീപ്പി ബാഗ് ഉള്ളതുകൊണ്ട് തണുപ്പറിയാതെ ഞാൻ കിടന്നുറങ്ങി കേട്ടോ. ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ സ്ലീപ്പി ബാഗ് കൊണ്ടുവന്നത്. ഗുഡ് മോർണിംഗ്. Good morning. വാട്ട് ഇസ് യുവർ നെയിം? Eldos. എൽദോസ്. Yes. ആൻഡ് യു? Akchau. അച്ചോ. Akchau. ഓക്കെ, മൈ നെയിം ഈസ് ചിത്രൻ. രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ. ദിസ് ഈസ് മലയാളം ലാംഗ്വേജ്, മൈ മദർ ടങ് മലയാളം. മൈ ലാംഗ്വേജ് ഈസ് മലയാളം. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി ഐ സ്പീക്ക്, നേപ്പാളി, 7 language I speak. Yeah. Okay. Okay. Bye. Yeah. പർവ്വത താഴ്വരയിലേക്കുള്ള നടത്തം ആരംഭിച്ചിട്ടുണ്ട്. ഫുഡിന് ഭയങ്കര എക്സ്പെൻസ് ആണ് ഇവിടുത്തെ ഗ്രാമത്തിലൊക്കെ കേട്ടോ. അതായത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ചുരുങ്ങിയത് 600 രൂപയൊക്കെ വേണം. ഇന്ത്യൻ പൈസ ആകുമ്പോൾ 650 രൂപ വരും കേട്ടോ. ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ചായ, അതായത് മുട്ട ഓംലെറ്റ് ഉണ്ടാവും, ചിലപ്പം ബീഫിൻ്റെ ഒരു ഫ്രൈ ഉണ്ടാവും, പിന്നെ കേക്ക്, ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അത്ര റേറ്റാണ് ഇവിടുത്തെ ഭക്ഷണത്തിന്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സാധനങ്ങൾ ക്യാരി ചെയ്തതൊന്നും വിചാരിക്കരുത്, ഓവർലോഡാണ്. എനിക്ക് വേണ്ട ഭക്ഷണ സാധനം മൊത്തം ഉണ്ട് കേട്ടോ. ചിക്കൻ അടക്കം ഉണ്ട് കേട്ടോ. ഞാൻ വാങ്ങിയിട്ട് എന്തായാലും നടക്കാം. ഇങ്ങനെയുള്ള പാറകളൊക്കെ കിട്ടുമ്പോഴാണ് കേട്ടോ ബാഗ് വെച്ച് ഇരിക്കാൻ ഒരു സുഖം കിട്ടുന്നത്. ഓക്കെ, 14 കിലോമീറ്ററാണ് ഡെസ്റ്റിനേഷൻ. സ്വർഗം പോലെ ഒരിടം കേട്ടോ. എൻ്റെ അമ്മോ, ഞാൻ ജാക്കറ്റ് അയച്ചു മാറ്റി, കാരണം രണ്ടും കൂടി ഇറങ്ങിയിട്ട് എനിക്ക് ചൂടെടുക്കുന്നു. കാലാവസ്ഥ ഇവിടെ തണുപ്പാണ് കേട്ടോ, പക്ഷെ വെയിറ്റ് ഉള്ളതുകൊണ്ടാണ്. ഈ സ്ഥലങ്ങളൊക്കെ നോക്കി, കരടികളും കാട്ടുപന്നികളും പിന്നെ മാനുകളൊക്കെയുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ ആൾട്ടിൻ അർഷ എന്ന് പറയുന്നത്. ആൾട്ടിൻ അർഷ എന്ന് പറയും, ആൾട്ടിൻ അർഷ എന്നൊക്കെ പറയും കേട്ടോ. ഈ റൂട്ടിലൂടെ നമുക്ക് എന്താണ് ആലാക്കോൾ തടാകം കണ്ട് കാരക്കോളിലൊക്കെ ഇറങ്ങുന്ന വഴിയുണ്ട്. പക്ഷെ അതെനിക്കറിയില്ല, കാരണം ഞാൻ ഗൈഡിലാണ്ട് വന്നതല്ലേ. നോക്കാം, നമുക്ക് ഉള്ള സ്ഥലവും ഈ എന്താണ് കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താം കേട്ടോ. എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് കണ്ണുകൊണ്ട് കാണാം. വരണം കേട്ടോ. കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാനൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു ലൊക്കേഷനാണ്. ക്ഷീണിച്ചു പോയാട്ടോ. എൻ്റെ തൊപ്പി മിസ്സായി പോയതുകൊണ്ട് ആൽമാട്ടിയിൽ അത് ഉണ്ടെങ്കിൽ വെയിലിങ്ങനെ കൊള്ളണ്ടായിരുന്നു മുഖത്ത്. സാറില്ല, 10 കിലോമീറ്റർ കേട്ടോ നടക്കുന്നേ. ഇങ്ങനെ പാറകളൊക്കെ കിട്ടും, ഇങ്ങനെ റെസ്റ്റ് എടുക്കും. പക്ഷെ ഒരു രസം എന്ന് പറയാം കേട്ടോ. നല്ല കാഴ്ചകളാണ് എൻ്റെ മുമ്പിലുള്ളത്, ഞാൻ കാണിച്ചു തരാം. നല്ല രസമുണ്ടല്ലോ ആ വണ്ടി കാണാൻ വേണ്ടിയിട്ട്. ആ വാഹനം കണ്ടോ, അത് മുഴുവൻ ആൾക്കാരായാലും മാത്രമായിട്ടാണ് അവർ വരിക, ഇല്ലെങ്കിൽ വരില്ല, ഇല്ലെങ്കിൽ അവർക്ക് നഷ്ടമാണ്. വലിയ ടയർ ഘടിപ്പിച്ച വാഹനങ്ങളാണ് കേട്ടോ. ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയിൽ. കിർഗിസ്ഥാനിലും കസാക്കിസ്ഥാനിലും മലയോര പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള വാഹനം ധാരാളം കാണും കേട്ടോ. പക്ഷെ 12,000 രൂപ ഒരു ദിവസത്തേക്കെന്ന് പറയുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ആണോ എന്ന് അറിയില്ല കേട്ടോ. താമസത്തിനും ഫുഡിനൊക്കെ വേറെ പൈസ വേറെ കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അവിടെ മാത്രം പോയി തിരിച്ചു വരുന്ന ആൾക്കാരായിരിക്കാം. അയ്യോ, അതാകുമ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് എത്തും കേട്ടോ. നടക്കാനാണെങ്കിൽ 10 മണിക്കൂറോളം ഇങ്ങനെ നടക്കണം. പക്ഷേ ലൊക്കേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. നോക്കിയേ, ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാമല്ലോ. എന്ത് പറയുന്നു സുഹൃത്തുക്കളെ? 2ാമത്തെ ദിവസം രാവിലെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രി എത്താൻ വേണ്ടി ഞാൻ ലേറ്റായി പോയി കേട്ടോ. 6:30 ഞാൻ ഇവിടെ എത്താൻ വേണ്ടി. ആൾട്ടിൻ അർഷ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ വന്നപ്പോൾ എനിക്ക് സന്തോഷമുള്ള കാര്യം എന്താ പറയുക, ഒരുപാട് ഹുട്ടുകളുണ്ട് കേട്ടോ. നമ്മുടെ ഇംഗ്ലീഷ് ഹട്ട് എന്നാണ് പറയുക. ചെറിയ ടെൻറ്റ് സ്റ്റേകളില്ലേ, കാണിച്ചതുണ്ടോ? ഇങ്ങനെയുള്ള ടെൻറ്റ് സ്റ്റേകളുണ്ട്. ഡോർമെറ്ററി പോലെയാണ് കേട്ടോ, ഷെയർ റൂമുകൾ പോലെയാണ്. മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഞാൻ താമസിക്കുന്നത് ഇതിനകത്താണ്, ഷെയർ റൂമിനകത്താണ് താമസിക്കുന്നത്. എൻ്റെ റൂമിലെ ഗസ്റ്റ് ചെക്കൗട്ടായി പോയി കേട്ടോ.
ഇവിടെ സഞ്ചാരികൾ വരുന്നത് മുഴുവനും ഷെയർ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് വണ്ടികൾ കേട്ടോ. ടയറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള ഓഫ് റോഡ് അടിപൊളി വാഹനങ്ങൾ. നമ്മുടെ രാജ്യത്തിലും ഇങ്ങനെയുള്ള വാഹനങ്ങൾ കൊണ്ടുവന്നാൽ എന്താണ് ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ഉപയോഗിക്കാമെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലുള്ള അതേ പർവ്വത റീജിയനിലാണ് ഇവരും ഓഫ് റോഡ് വാഹനങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷെ ഡെവലപ്പറായി ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, റോഡ് പണിയാനൊക്കെ നോക്കുന്നുണ്ട്. എന്നിരുന്നാലും ലൊക്കേഷൻ കൊള്ളാം, നല്ലപോലെ തളർന്നു പോയി കേട്ടോ ഈ വെയിറ്റും കാര്യങ്ങളും എടുത്തിട്ട്. നോക്കാം ഇനി പുറത്തുള്ള കാഴ്ചകൾ കണ്ടിട്ട്. ഇന്നാണ് ഞാൻ ക്യാമ്പിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്തായാലും ഇങ്ങനൊരു സ്ഥലം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്നലെ രാത്രിയോട് പിടിച്ചിരിക്കാൻ സാധിച്ചത്. താമസം വളരെ പൈസ കുറവാണ്, പക്ഷേ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് 1000 രൂപയാണ് എടുക്കുന്നത് ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുവാണ്, കാരണം ജസ്റ്റ് ഫുഡ് കാര്യങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ ക്യാമ്പിങ്ങിലേക്ക് പോകണം. അതിനുള്ള കാഴ്ചകളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. പുറത്ത് ചെറിയ വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. 10 മണിക്കൂറിന് ചെക്കൗട്ട് ചെയ്യണം കേട്ടോ, കാരണം ഇവർക്ക് റൂം വൃത്തിയാക്കി വെക്കേണ്ടതാണ്. ഇവിടെ റൂൾസ് ഉണ്ട്. ഇത് കണ്ടോ, ഞാൻ താഴെ കൊണ്ടുവന്ന ആപ്പിളാണ്. ഇവിടെ ഒരാപ്പിളിന് 150 രൂപയാണ് കേട്ടോ വില വരുന്നത്. ക്രീസ 150 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൈസ ഏകദേശം 160 രൂപ ആ റേറ്റിൽ വരും കേട്ടോ. വലിയ ഡിഫറൻറ്റ് ഉണ്ടാവില്ല, സെയിം റേറ്റ് ആണ്, വാല്യൂ ആണ്, കറൻസി വാല്യൂ ആണ്. പിന്നെ 150 രൂപയാണ് ഇവിടെ വരുന്നത്. ഞാൻ താഴെ നിന്ന് 4 ആപ്പിൾ എല്ലാം കൂടി വാങ്ങിയത് ഏകദേശം 200 രൂപക്കാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തത്. ഇത് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങണം. ഇവിടുത്തെ ചെറിയൊരു ഗ്രാമമുണ്ട്, ആ ഗ്രാമം നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്ന് നമുക്കിന്നൊരു അടിപൊളി ക്യാമ്പിങ് ചെയ്യാം കേട്ടോ. കിട്ടിലും ക്യാമ്പിങ് ചെയ്യാം. കുടിവെള്ളം കുറച്ച് പ്രശ്നമാണ്, കാരണം തണുത്ത പ്രദേശമാണ്. നമുക്ക് നോക്കാം. ഇന്നലെ ഒരു ദിവസം ഇവിടെ താമസിച്ച് കൊണ്ടെത്തുന്ന എനിക്ക് ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. ഞാൻ വീണ്ടും നടത്താൻ ആരംഭിച്ചു. എൻ്റെ ലാപ്ടോപ്പ്, ചാർജർ, ഏകദേശം ഒരു 2 കിലോ സാധനങ്ങളൊക്കെ ഞാൻ അവിടെയുള്ള കടയിൽ കൊടുത്തു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലാപ്ടോപ്പ് എടുക്കാണ്ട് പോകുന്നത്. ഒന്ന് പേടിച്ചിട്ടാണ്, പക്ഷേ സംസാരിച്ചപ്പോൾ നല്ല ആൾക്കാരാണെന്ന് തോന്നി. അതുകൊണ്ട് ലാപ്ടോപ്പൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയൊരു സ്ഥലത്തേക്ക് ക്യാമ്പിങ്ങിന് പോവാം. ഈ പ്രാവശ്യം ഈ ബാഗ് ഇവിടെ വെച്ചു, ബാക്കി എല്ലാ സാധനങ്ങളും കയ്യിൽ തൂക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒരു സ്വിറ്റ്സർലാൻഡിലെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, ഹലോ, പുതിയൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡുങ്കു, ഹായ്. എന്തായാലും ഈ സ്ഥലം കൊള്ളാമല്ലേ, ഓക്കെ. ആഹാ, ഇതാണ് കേട്ടോ ആൾട്ടൻ അർഷൻ ക്യാമ്പിംഗ് സ്ഥലം. സമ്മറായ മൊത്തം ഇവിടെ ബിസി ആവും കേട്ടോ. അത്രമാത്രം ടൂറിസ്റ്റ് വരുന്നൊരു സ്ഥലമാണ്. ഏപ്രിൽ വരാൻ കാരണം വിചാരിച്ച ക്രൗഡ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. എന്തായാലും ക്യാമ്പിങ്ങിന് പോവാം കേട്ടോ. അങ്ങ് ദൂരെ ഏകദേശം 1 കിലോമീറ്റർ മാറിയിട്ടാണ് ക്യാമ്പ് അടിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. നദിയുള്ള സ്ഥലത്ത് നോക്കി വിട്ട് ടെൻ്റ് അടിക്കാൻ ഓക്കെ. എന്തായാലും ഉണങ്ങു പോലുമില്ല, ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. കാണുന്ന ചെറുതായി തോന്നും, പക്ഷെ ഭയങ്കര അപകടമാണ്. ഇവിടുന്ന് ചാടണം. തൊട്ടടുത്തൊരു കല്ലാണ്, പക്ഷെ അങ്ങോട്ടേക്ക് ചാടാനാവില്ല. എൻ്റെ കാല് നിൽക്കുന്ന സ്ഥലം മൊത്തം വഴുകിയിട്ടാവുള്ള. പക്ഷേ ഞാൻ അത് ചെയ്യും കേട്ടോ, കാരണം കുറേ നാളെ ചെയ്യുന്ന കാര്യമല്ലേ. എന്നാലും നമ്മൾ തുണി നനയാൻ പാടില്ല കേട്ടോ. എന്തായാലും നദി ഒന്ന് കടക്കണം, നോക്കാം. അയ്യോ, അങ്ങനെ നദി ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും നടത്താൻ ആരംഭിച്ചു. ലൊക്കേഷൻ കൊള്ളാം കേട്ടോ. ഈ വെയിലുള്ളത് കൊണ്ടാണ് ഈ പ്രകൃതിക്ക് ഇത്രയും ഭംഗി. മഞ്ഞുരുക്കി പോകാത്ത സ്ഥലത്ത് പോയിട്ട് വേണം എനിക്ക് പിന്നെ ടെൻ്റ് അടിക്കാൻ വേണ്ടി. നോക്കാം. കാഴ്ചകൾക്കപ്പുറം മനോഹരമായിട്ട് ഈ ഭൂമിയിൽ എന്തുണ്ടല്ലേ. സുന്ദരമായൊരു താഴ്വര കേട്ടോ. ആൾട്ടൻ അർഷൻ താഴ്വരകൾ കേട്ടോ. ആൾട്ടൻ അർഷൻ എന്തൊക്കെയൊരു പറയുന്നുണ്ട്. എന്തേലും ആവട്ടെ, പക്ഷേ ലൊക്കേഷൻ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ഏതോ മുകളിലാണ് കേട്ടോ ആലാക്കുൾ തടാകം ഉള്ളത്. പോകാൻ കഴിയില്ല, മൊത്തം ഐസ് മൂടി ഇരിക്കുവാണ്. അതൊന്നും വിഷമമില്ല. ഇന്നലെ ക്യാമ്പിങ്ങിൽ ആ വിഷമം ഞാൻ തീർക്കും കേട്ടോ. എനിവേ, ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു കേട്ടോ. ഇത്രയും മനോഹരമായ സ്ഥലങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് സന്തോഷം. ടെൻ്റ് അടിക്കാൻ വേണ്ടി ഒരു അടിപൊളി സ്ഥലം കിട്ടിയിട്ടുണ്ട്. എനിക്ക് മഞ്ഞുരുക്കി വരുമോ എന്നൊരു പേടിയുണ്ട് കേട്ടോ. മഞ്ഞിന് ഉരുക്കി പോകുന്നൊരു പ്രതിഭാസമില്ല, അത് ഒരു പേടിയുണ്ട്. പിന്നെ നദി ഓവർഫ്ലോ ആയിട്ട് വരുമോ എന്നൊരു പേടിയുണ്ട്, കാരണം തൊട്ടടുത്താണ് വലിയ മഞ്ഞുമലയുള്ളത്, ഗ്ലേസറൊക്കെ ഉള്ളത്. ഒന്നും ഉണ്ടാകാൻ വിചാരിക്കുന്നു, അതോ വന്നാൽ ഇറങ്ങി അവിടെ വേറെ വഴിയില്ല. കല്ലും മണ്ണൊന്നും വന്ന് വീഴാതിരിക്കട്ടെ. അപ്പം ടെൻ്റ് അടിക്കുന്ന വിഷയം ഞാൻ ടൈം ലാപ്സ് മുഖേന കാണിക്കില്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. അപ്പം നോക്കാം. അപ്പം നമ്മൾ ക്യാമ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. വളരെ സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഇന്നത്തെ ഒരു ക്യാമ്പിംഗ് ജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
ചൂടിന്റെ പ്രശ്നമാണോ അറിയില്ല, തണുപ്പിന്റെ ആണോ അറിയില്ല. ഇങ്ങനെ കിടപ്പ് ഇങ്ങനെ ടെന്റ് അടിച്ച് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും മാറ്റ് ഉപയോഗിക്കണം. അപ്പൊ ഇന്ന് തണുപ്പ് നിന്ന് ഞാൻ സർവൈവ് ചെയ്തിരിക്കും. കസാക്കിസ്ഥാനിൽ തണുപ്പെന്ന് എനിക്ക് അസുഖങ്ങൾ വന്നത് ഇപ്പോഴും ശരീരത്തിലുണ്ടത്രേ. ഇത് ഞാൻ തണുപ്പെന്ന് സർവൈവ് ചെയ്യും. മാറ്റ് നമുക്ക് ഇങ്ങനെ വെക്കാം. മാറ്റ് ഇങ്ങനെ വെക്കുന്ന വെച്ചാൽ തണുപ്പ് നമ്മുടെ ശരീരം സിൽവർ ആണ്. അപ്പൊ സിൽവർ കോട്ടിംഗ് ഉള്ളതാണ്. നല്ല ചൂടുണ്ടാവും. ലൈഫൊക്കെ ചിത്രക്കായ ഇതിലാണ് മുകളിൽ നല്ല അടിപൊളി -5 വരെ പോകുന്ന സ്പീഡ്. -5 ആവശ്യമില്ല. മറ്റേ ജാക്കറ്റൊക്കെ ഉപയോഗിച്ച് ഞാൻ സർവൈവ് ചെയ്യും. ഇത് കുറച്ചില്ലാത്ത നോക്കാം. കാണിച്ചരാ, അകംഭാഗം കാണിച്ചരാ. കണ്ടോ, മാറ്റ് സ്ലീപ്പിംഗ് ബാഗായി. അപ്പം നല്ല ഇന്നത്തെ ഉറക്കവും കാര്യങ്ങളൊക്കെ സെറ്റ് ആവും കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അരിയും പച്ചക്കറിയും കഴുകാൻ പോവാണ്. കൂടെ നമുക്ക് വെള്ളം എടുക്കണം. നദിയിൽ നിന്ന് വേണം കേട്ടോ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. നോക്കാം, എൻ്റെ വീഡിയോഗ്രാഫി സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്നോട് പറയണം കേട്ടോ. ഞാൻ എന്തൊക്കെയോ കോപ്രായം കാണിക്കും. നോക്കാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇത് കിടിലും കേട്ടോ. അതാണ് ആകെയുള്ള സന്തോഷം കേട്ടോ. നദീൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. നല്ല വൈഡ് ആംഗിളിലാണ് ഈ വിഷ്വൽ എടുക്കുന്നത്. വളരെ കലക്കാണത് ദൈവമേ. കേട്ടോ, ഈ വെള്ളമാണ് എനിക്ക് കുടിക്കാൻ എടുക്കട്ടെ. നോക്കാം, വെള്ളം കയറിയിട്ടെ. എൻ്റെ തണുത്ത വെള്ളം കേട്ടോ. ഈ വെള്ളം മാതിരി കുടിക്കാൻ പറ്റും തോന്നില്ല. എൻ്റെ ഫിൽട്രേഷൻ കൊണ്ടൊരു സാധനമില്ല. ഇന്ത്യയിലെ ആൾക്കാരൊക്കെ ഫിൽറ്റർ ചെയ്തിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ പച്ചക്കറി അരിയും കഴുകിയിട്ട് വെള്ളം വേറെ സ്ഥലമുണ്ട്. പാറകൾക്കടിയിൽ നമുക്ക് എടുക്കുന്നത്. അരി എന്തായാലും കഴുകിയിട്ട് ഉപയോഗിക്കണം കേട്ടോ. അതൊക്കെ ആരോഗ്യം നടക്കാം. എനിക്ക് കേട്ടോ, എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയുണ്ട്. നദികളും പൈൻമരങ്ങളൊക്കെ ആയി ഈ ഭൂമി എത്ര സുന്ദരമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നല്ല മട്ടേരിയും കൂട്ടി ചിക്കൻ ഉണ്ട്. ചിക്കൻ മോശമേ അറിയില്ല, സോസേജ് പോലത്തെയാണ്. ഇതിന് സ്പൈസി കറിയാക്കി മീൻ കൂടി. പിന്നെ വൈകുന്നേരം വേണം നമുക്ക് ബന്നുണ്ട്, നൂഡിൽസ് ഉണ്ട്, ഒന്നുണ്ട്. നമുക്ക് പേടിക്കാറില്ല. ഭക്ഷണം ഹാപ്പി ആയിരിക്കും. ചൂടാക്കി കുടിക്കാം. നദിയിലെ വെള്ളത്തെ വിചാരിച്ച ഭയങ്കര കലങ്ങിട്ട് വരും. ഇത് നദിയിൽ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ്, പക്ഷെ പിന്നെ തെളിച്ചുണ്ട്. കാര്യങ്ങളൊക്കെ ഇതിലോട്ട് വയ്ക്കുമ്പോൾ വേണ്ടേ. എന്തായാലും വെറുതെ ഇരുന്നിങ്ങനെ സമയം കളഞ്ഞാൽ എത്ര ബെറ്റർ അല്ലേ ഇങ്ങനെയുള്ള കുറച്ച് സാഹസികമായ ജീവിതമൊക്കെ. പെട്രോൾ ഒഴിക്കാൻ പോവാണ് കേട്ടോ. നമുക്ക് പെട്രോൾ ഒഴിക്കാം സ്റ്റൗവിലേക്ക്. അയ്യോ മറിഞ്ഞു. ഇതാണ് പെട്രോളിന്റെ പ്രശ്നം. വേഗം ഇങ്ങനെ സ്പ്രെഡ് ആവും. രാത്രി ക്യാമ്പ് ചെയ്യാനൊക്കെ വേണ്ടതാ, ക്യാമ്പ് ഫയറിനൊക്കെ. പെട്രോൾ നല്ലത്. ഫുള്ളാക്കാൻ പാടില്ല, ചിലപ്പോൾ പൊട്ടിത്തെറിക്കരുത്. പറയാൻ കഴിയില്ല. ഒരു അടിപൊളി ക്യാമ്പ് ഫയർ ഉണ്ടാവും കേട്ടോ. ഇത് വലിയൊരു എപ്പിസോഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇത് പമ്പാണ് കേട്ടോ. പമ്പിൽ ഇറക്കി വെക്കണം, ടൈറ്റ് ആക്കണം.
ചോറ് സ്പ്രെഡ് ആവുന്നുണ്ടല്ലോ, എന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ടാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ലീക്കാവുന്നുണ്ടോ? ഓ, ടൈറ്റ് ആകുന്നുണ്ട്. ടൈറ്റ് ആയിട്ടില്ലേ എപ്പോഴും പൊട്ടിത്തെറിക്കും കേട്ടോ ഈ സാധനമൊക്കെ. ചോറ് വെക്കാനുള്ള അരി എടുക്കുവാണ് കേട്ടോ. കുറച്ച് അവക്കാടോ കഴിക്കാം കേട്ടോ. പൾസിനെ ഇതൊക്കെ ഞാൻ താഴ്ന്ന് കൊണ്ടുവന്ന കേട്ടോ. ഇതൊക്കെയുള്ളൊരു സന്തോഷം. കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാനിലൊക്കെ ഫ്രൂട്ട്സ് നല്ലപോലെ കിട്ടും കേട്ടോ. എന്റെ ഓർമ്മക്കാരി ഒരുപാട് നിൽക്കട്ടെ. സ്റ്റൗ കത്തിക്കാൻ സമയമായിട്ടുണ്ട്. ഭയങ്കര കാറ്റാ. തീ ചിലപ്പോൾ പടരാൻ ചാൻസ് ആണ്. വെച്ചിട്ടില്ലെങ്കിൽ ഇത് വെച്ചാൽ നല്ലത്. ഇതിനകത്ത് തീ ഇടുന്നു. ഓക്കെ, യെസ്, തീ കത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫുഡ് അടിക്കണം. ആകെ ചിന്ത അതേ ഉള്ളൂ കേട്ടോ. നല്ലപോലെ ചൂടാവട്ടെ. കത്തിച്ച് കൂടിപ്പോയാ. പെട്ടെന്ന് ചൂടാവുന്നറിയോ? ഇത് കണ്ടോ, ചോറാവുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ നമ്മളെ പച്ചക്കറി അരിഞ്ഞു വെച്ചത് കൂടി വെക്കാം. എന്തിനാ വിചാരിച്ചാൽ ആ ഒരു ആവിയിൽ അത് വേവും കേട്ടോ നല്ലപോലെ. അതിനുള്ള നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മുകളിലായി കൊടുക്കാം. വെളിച്ചെണ്ണ കട്ട പിടിച്ചാൽ കണ്ടോ വേഗം കട്ട പിടിക്കും, കാരണം തണുത്ത ഏരിയ അല്ലേ. ഇത് ചൂടിൻ്റെ അടുത്തുണ്ടോ, ഈ സ്റ്റൗവിൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കുന്നതുകൊണ്ടാണ് ഈ ഓയിൽ എന്താണ് കുറച്ചും കൂടി ലൂസ് ആവുന്നത് കേട്ടോ. ഭയങ്കര കാറ്റാണല്ലോ. അത് ആവിയിലില്ലേ എന്താണ് നല്ലപോലെ എന്താ പറയുക, നമ്മൾ വെന്ത് കിട്ടൂലേ, അത് നല്ല രസമാട്ടോ. ടേസ്റ്റ് ഭയങ്കര ഇരിക്കും അതിൻ്റെ ആവിയിലും ചൂടിലും കേട്ടോ. നോക്കാം, ഒന്ന് അമർത്തി വെച്ചത് കേട്ടോ. ഇതുകൊണ്ട് രണ്ടാണ് ഉപകാരം കേട്ടോ. ഈ സ്റ്റവ് കൊണ്ട് ഈ ഒരു പാത്രം കണ്ടോ, രണ്ടാണ് ഉപകാരം. എന്ന് പറഞ്ഞാൽ ചോറ് വേഗം ആവാനും സഹായിക്കും, നമ്മളെ കുറച്ചുകൂടെ സാധനങ്ങൾ വേവാനും സഹായിക്കും. ഒരു ഗ്യാപ്പ് ഒക്കെ അല്ലെങ്കിൽ അത് മറിയും ചോറ്. ചൂടുവെള്ളമൊക്കെ ആക്കി ഫ്ലാസ്കിൽ വെച്ചിട്ടുണ്ട് ഞാൻ. കാലാവസ്ഥ മാറി കേട്ടോ, നല്ല തണുപ്പായി. സഹിക്കാൻ പറ്റാത്ത തണുപ്പ് വന്ന് തുടങ്ങി കേട്ടോ.
ഇങ്ങനെയുള്ള തണുപ്പാണ് എന്നെ ചതിക്കുക കേട്ടോ. ഇതും ചൂടുവെള്ളമാണ്. നമുക്ക് സാധനം എടുത്ത് നമ്മളെ സെക്കൻഡ് ടെഞ്ചിൽ വെക്കേണ്ടി വരും. ചോറ് ഓൾറെഡി ആയിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നമുക്ക് കറിയാക്കി എടുക്കാം. ഓഹോ, കറിയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞു കേട്ടോ. ടെൻഷനൊന്നുമില്ല. ഓയിൽ കട്ട പിടിച്ചോണ്ട് ഓഹോ, തണുപ്പ് തണുപ്പ്. തക്കാളി ചൂടാവട്ടെ. കരിയാൻ പാടില്ല. അന്ന് കരിഞ്ഞു പോയി എൻ്റെ അടുത്ത് സാധനങ്ങളൊക്കെ. എന്തായാലും റെഡി ആവട്ടെ. ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് കറി മസാലകൾ ഇട്ട് കൊടുക്കാം. ഈ ഒരു പാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മുടെ സാധനങ്ങൾ എവിടെ മറയാണ്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. കുരുമുളക് പൊടി, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി ഉള്ളു അത്ര മതി. ചില്ലി പൗഡർ, സ്പൈസി മിർച്ചി പൗഡർ. ഓക്കെ, ഇനി കറിക്ക് കട്ടി കിട്ടണമെങ്കിൽ എന്തിടണം അറിയാം? നമ്മളെ മല്ലിപ്പൊടി. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പൊടികളിലൊന്നാണ് മല്ലിപ്പൊടിയും മുളക് പൊടിയും കേട്ടോ. അടിച്ചു വെക്കണം, എന്നാലും അതിൻ്റെ ഭംഗിയും നോക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്താ രസം, കറീൻ്റെ കളറ് കണ്ടോ? ഇതിലേക്ക് ചിക്കൻ മുറിച്ചിടണം. ഇത് കണ്ടോ, ചിക്കൻ ആണോ? ചിക്കൻ സോസേജ് ആണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം മുറിച്ചെടുക്കാം, ബാക്കിയുടെ വെക്കാലോ. എന്താ ഇത്രയും ബാക്കി ഉണ്ടാവും. ഇത് സേഫായിട്ട് വെക്കണം. രാത്രി ഇവിടെ എവിടെയും പറ്റില്ല, അതിൽ കൊണ്ട് ദൂരെ കൊണ്ട് വെക്കണം. എല്ലാം കരടികൾ മണത്ത് വരും കേട്ടോ. ഓക്കെ, മോശമായോ? മോശമായില്ലെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ചിക്കനാണ്, പക്ഷേ ഫ്രഷ് ചിക്കൻ്റെ ആ ഒരു ഇത് ഉണ്ടാവില്ലല്ലോ. എന്നാലും സാറില്ല, വേറെ വഴിയില്ല. ഇങ്ങനെയും ജീവിക്കാം നമുക്ക്, മനുഷ്യന്. ഇതൊരു കടയിൽ പോയി കഴിക്കണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം ഈ ചിക്കൻ? ഇവിടെയൊക്കെ 1000 രൂപ കേട്ടോ ചിക്കൻ. നമുക്കിങ്ങനത്തെ ഒരു ചിക്കനും ഇവിടുത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി. ആ സമയത്ത് എന്താ, ആ പൈസ കൊണ്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ വാങ്ങി ഇവിടെ യാത്ര ചെയ്യുന്നില്ലേ? അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ച് ജീവിക്കാം. വൃത്തിയൊക്കെ കുറവായിരിക്കും കേട്ടോ എൻ്റെ ഭക്ഷണത്തിന്. അതിനൊന്നും വിചാരിക്കരുത്. എനിക്കിതൊക്കെ വയ്യുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. ഓക്കെ, പിന്നെ വീണ്ടും ഇളക്കി കൊടുക്കാം. വേവിച്ച ചിക്കൻ ആയിരിക്കും കേട്ടോ അത്. അവിടെ നമുക്ക് അധികം വേവിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. സമയം ലേറ്റ് ആക്കുന്നില്ല, ഭക്ഷണം കഴിച്ചു തുടങ്ങാം. ആഹാ, എത്ര പെട്ടെന്നറിയാം തണുത്തു പോകുന്ന ഭക്ഷണമൊക്കെ.
അച്ചാറ്. ഹാ, അയ്യോ എന്നാ രുചിയാ. എന്തായാലും ഫുഡിന് ക്ഷാമമില്ല കേട്ടോ, അതൊന്നും ഏറ്റവും വലിയ സന്തോഷം. ഓഹോ, അച്ചാറ് കൊള്ളാം കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്രയും വലിയൊരു പർവ്വത പ്രദേശം, ഒറ്റപ്പെട്ട സ്ഥലം, മനുഷ്യവാസം കുറവ്, ഇവിടെ നല്ല ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ സന്തോഷം വേർത്തുന്ന കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ ചാണകവേട്ട. എൻ്റെ ടെൻറ്റ് ക്യാമ്പിങ് യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സാധനമാണ് കേട്ടോ നമ്മുടെ ചാണകം എന്ന് പറഞ്ഞാൽ. കണ്ടോ ചാണകം കണ്ടോ? ഇപ്പോൾ 2 ക്യാമറ ഉണ്ട്. ഒന്ന് ഈ ഭാഗത്തുനിന്നൊരു ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് സോണീൻ്റെ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ ചാണകം എന്തിനു വിചാരിച്ചാൽ കുറേ സ്റ്റോക്കാണ്, ഒരു 2-3 കിലോ സ്റ്റോക്ക് ചെയ്ത് എൻ്റെ കുക്കിംഗ് ടെൻറ്റിനകത്ത് കൊണ്ടുപോകണം. കാരണം മഴ പെയ്താൽ നമുക്ക് രാത്രിത്തേക്ക് സേഫാക്കി വെക്കാൻ വേണ്ടി കുറേ മരക്കഷ്ണങ്ങൾ കൊണ്ടുവരണം. അതൊക്കെയാണ് പ്ലാനിങ് കേട്ടോ. ചെറിയ നിസ്സാരമായൊരു കാര്യമാണ്, പക്ഷേ ഈ രാത്രി കാലങ്ങളിൽ അത്രയും വിലപിടിപ്പുള്ളൊരു സംഭവമാണ് കേട്ടോ ചാണകം എന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ എനിക്ക് പേടിയാ. ഇതും മരവും വേണം കേട്ടോ. എന്താ വെച്ചാൽ ആനിമൽസൊക്കെ വന്നാലോ എന്നൊരു ടെൻഷൻ. ഇവന്മാർ താഴ്ന്ന് കാണുന്നത് പോകുന്ന ആൾക്കാരൊക്കെ പറയുക കരടി ഉണ്ടാവും, ഹോട്ടലിൽ താമസിക്കണം എന്ന് പറയുമ്പോൾ ഒരു വിഷമം. കാറ്റേ നീ വീശരുതിപ്പോ എൻ്റെ കാര്യം കട്ടപ്പുകയാകും. അയ്യോ അയ്യോ. സുഹൃത്തുക്കളെ, എന്നെ കാണുന്നുണ്ടോ? ഒരു സ്വർഗത്തിലാട്ടോ ഞാനുള്ളത്. കിർഗിസ്ഥാനിലെ ആൾട്ടിൻ അർഷ് എന്ന് പറഞ്ഞ വലിയൊരു പർവ്വത താഴ്വര. എന്ത് സുഖമാണെന്ന് കിടന്നിറങ്ങാൻ വേണ്ടി. വാ ചായ കുടിക്കാം. സമയം 5 മണിയാവാനാ കേട്ടോ. ചായ റെഡിയാവുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബന്നുണ്ട്, ഈത്തപ്പഴം, വാൾനട്ട്, അണ്ടിപ്പരിപ്പ്, ഒരു ആപ്പിള് കേട്ടോ. ഇന്ന് രാത്രി വരെ പിടിച്ചു നിൽക്കാൻ എനിക്കിതൊക്കെ ധാരാളം കേട്ടോ. നാളെ രാവിലെ എണീച്ചിട്ട് നൂഡിൽസ് ആക്കണം, എന്നിട്ട് വീണ്ടും 15 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങണം കേട്ടോ. അയ്യോ, അങ്ങനെ ചായ എടുത്തിട്ട് കഴിക്കാം. ചായ അയ്യോ. സമയം ഇപ്പോൾ 6 മണിയായി കേട്ടോ. ഞാൻ എനിക്ക് വേണ്ട വിറകും കാര്യങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. മഴ മാത്രം പെയ്യാതിരുന്നാൽ മതി. തൊപ്പി ഇടുന്നതുകൊണ്ട് മുടിക്കും പ്രശ്നം വരുന്നത്, താരനും വരുന്നത്, പിന്നെ മുഖത്ത് ക്രീം തടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ചുണ്ട് പൊട്ടാൻ പാടില്ല, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ചുണ്ട് പൊട്ടുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഈ സിറ്റി ഏരിയകളിലൂടെ ഒക്കെ നടക്കുമ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കും എന്താ ചുണ്ട് പൊട്ടിയേ. കാരണം ഇവർക്ക് അറിയില്ലല്ലോ ഞാൻ ചെയ്യുന്ന വർക്ക് എന്താണെന്ന്. അപ്പോൾ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. എന്തായാലും സാറില്ല, ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. വലിയൊരു തണുപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. രാത്രി ആകുമ്പോഴായിരിക്കും ഒരു വശം തണുപ്പ് അറിയുക, ഇല്ലെങ്കിൽ തണുപ്പ് ഉണ്ടാവുമായിരിക്കും, ഫീൽ ചെയ്യാത്തതായിരിക്കും. നോക്കാം. എന്തായാലും ഉള്ളിലൊരു ഹുഡി ഇട്ടിട്ടുണ്ട്, മുകളിലൊരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. സെക്കൻഡ് ജാക്കറ്റ് ടെൻറ്റിനകത്തുണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നും വരില്ല, കാരണം എനിക്ക് സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടല്ലോ. സ്ലീപ്പിംഗ് ബാഗിനകത്ത് അത് കിടന്നുറങ്ങും കേട്ടോ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു സ്ലീപ്പിംഗ് ദൂരെ ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. എന്താ സാധനം അത്? ഈരാൻ വെച്ചിട്ടായി പോയോ അതോ ചെറിയ മുയലാണോ അത്? ഒരു ഐഡിയ എനിക്കില്ല കേട്ടോ. നല്ല തടിയുള്ളതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല എന്താ സാധനം. കുറേ ഉണ്ട് കേട്ടോ ഈ കാട്ടിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ.
കാലാവസ്ഥ മൊത്തം മാറി കേട്ടോ. ഭയങ്കര തണുപ്പ് വന്നു തുടങ്ങി. ഞാനെന്താ ചായയൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഈ തണുപ്പിൽ നിന്ന് അകറ്റാൻ വേണ്ടി ബോഡി ഒന്ന് ചൂടാക്കി എടുക്കണം. ശക്തിക്കാണ് കാറ്റ് വീശുന്നത്. നോക്കിയേ, അയ്യോ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ച് പറഞ്ഞിട്ട് കൊണ്ടുപോക്കാം, കാരണം അതായിരിക്കും നല്ലത്. എൻ്റെ നോക്കിയേ മൊത്തം ആടി അലയുകയാണ് കേട്ടോ. എന്തായാലും സാറില്ല, ഇനി കുറച്ച് വിറകുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. അഥവാ മഴ വന്ന് മറ്റുള്ള വിറക് സെക്കൻഡ് വിറകുണ്ട് കേട്ടോ. 2 വിറക് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഒരു പെട്ടെന്നുള്ള കാറ്റും ആ മഴക്കാറൊന്നും മാഞ്ഞു കിട്ടിയാൽ അത്രയും സന്തോഷം കേട്ടോ. 7:30 ആയിട്ട് ഇവിടുത്തെ ഇരുട്ടാവുന്നത് വളരെ കുറവാണ്. ഇവിടെ ഇരുട്ടാവുന്നത് വളരെ കുറവാണ് കേട്ടോ. 7:30 കഴിഞ്ഞാലാണ് ഇവിടെ ഇരുട്ടാവുക. ഈ മഴ വന്നുകൊണ്ടില്ലെങ്കിൽ പിന്നെയും നല്ലൊരു വെളിച്ചം ഉണ്ടായേനെ. സാറില്ല, ഇതൊക്കെ പ്രകൃതിയുടെ ഭാഗമല്ലേ. ടെൻറ്റിനകത്തോട്ടുള്ള 7:15 ഇവിടെ ഇരുട്ടായിട്ടില്ല. ഈ മഴ പെയ്തുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ മൂടി കിടക്കുന്നത്. ഇല്ലെങ്കിൽ നല്ല വ്യൂ ഉണ്ടാവുന്നതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ അയ്യോ നല്ല തണുപ്പൊന്നും തുടങ്ങി. നമ്മൾ തീർന്ന പരിപാടി എന്താ ചെയ്യുക. ഞാൻ എൻ്റെ കുക്കിംഗ് ടെൻറ്റിനകത്ത് എന്താ കുറച്ച് വിറക് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു ആശ്വാസം. സമയം ഇപ്പോൾ 9 മണിയായി കേട്ടോ. 9 മണിക്കാണ് ഞാൻ തീയിടുന്നത്. കാരണം നല്ല മഴയായിരുന്നു. ഞാനിവിടെ പഴയ തുണി കൊണ്ട് മൊത്തം പൊത്തി വെച്ചായിരുന്നു എൻ്റെ വിറക് മുഴുവനും. പിന്നെ ടെൻറ്റിൻ്റെ അകത്ത് വെച്ച് വിറക് മൊത്തം എടുത്തിനെ കൊണ്ടിട്ടു കേട്ടോ. പെട്രോൾ ഒഴിച്ച് ഒന്നും നോക്കില്ല. മഴ കുറഞ്ഞപ്പോൾ കത്തിച്ചു. കാരണം ആനിമൽസ് അഥവാ ഉണ്ടെങ്കിൽ ഇത് കണ്ടിച്ച് തിരിച്ചു പോട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓഹോ, ഇപ്പോഴാണ് ആശ്വാസമായി സത്യം പറഞ്ഞാൽ. തീയിൻ്റെ ഇതടിക്കുമ്പോൾ അതൊരു സന്തോഷം വന്ന് ചൂട് ശരീരത്തിന് കൊള്ളുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ. അതെങ്ങനെ നിങ്ങൾ പറഞ്ഞറിയിക്കണം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അത് അത്ര ഹാപ്പിയാണ് ഇങ്ങനെ തീ നമുക്ക് ശരീരത്തിൽ കിട്ടുമ്പോൾ. ഓഹോ, എന്താ അധിക സമയം പുറത്ത് നിൽക്കില്ല, കാരണം ഒറ്റപ്പാടന്നാക്കാൻ പാടില്ല. അത്രയും ഉള്ളേരികളാണല്ലോ. വിറക് ടെൻറ്റിനകത്ത് വെച്ച് നന്നായി കേട്ടോ. എൻ്റെ ദൈവമേ, എങ്ങനെയാലും ഈ ഒരു രാത്രി സർവേ ചെയ്ത് കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് മഞ്ഞുമലകൾ രാത്രി കാണിച്ചിടണം. കണ്ടോ, മഞ്ഞുമലകളൊക്കെ കാണുന്നുണ്ടോ രാത്രിക്ക്? അമ്പോ, ഈ ടോർച്ചിൻ്റെ പവർ നോക്കി. എന്തായാലും ടോർച്ച് കൊള്ളാം കേട്ടോ, നല്ല ശക്തിയുള്ളൊരു ടോർച്ച്. തീ കത്തട്ടെ. എന്തായാലും തീ കത്തൽ കണ്ടോ, പുക പോകുന്ന കണ്ടോ. ആരും ഇല്ലേ ദൈവം ഇവിടെയൊന്നും. എന്തായാലും ഉറങ്ങണം കേട്ടോ. തീ ഒന്ന് പുകഞ്ഞ് കഴിഞ്ഞിട്ട് വേഗം ഉറങ്ങണം. ചൂടുവെള്ളം കുടിക്കണം. അതൊക്കെയാണ് പരിപാടി. ഗുഡ് മോർണിംഗ്. ആദ്യമായിട്ടാണ് ലേറ്റ് ആയിട്ട് ടെൻറ്റ് എണീക്കാൻ പോകുന്നത്. ഇവിടുത്തെ സമയം 7:30 ആയി. നാട്ടിലെ 7 മണി കേട്ടോ. കാലാവസ്ഥ വളരെ മോശമാണ് കേട്ടോ. അയ്യോ, എന്താ ചെയ്യാ. ഓക്കെ, മൊത്തം മഴക്കാറാണ്. അയ്യോ, നല്ല മഴക്കാറായിട്ട്. ഇന്നലെ രാത്രിക്ക് മഴ പെയ്തു. ഇന്നലെ തീയൊക്കെ അണഞ്ഞു കേട്ടോ. മഴയത്ത് ഒരു 2 മണിക്കൂറോളം ആ തീ കത്തി. ഇന്നലെ കത്തിന്ന് പറയാം കേട്ടോ. പക്ഷെ ഇന്ന് മഴക്കാറാന്ന് നോക്കിയേ. അയ്യോ, പക്ഷെ സ്ലീപ്പിംഗ് ബാഗ് ഉള്ളതുകൊണ്ട് തണുപ്പറിയാതെ ഞാൻ കിടന്നുറങ്ങി കേട്ടോ. ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ സ്ലീപ്പിംഗ് ബാഗ് കൊണ്ടുവന്നത്. അയ്യോ, ഇനി വേഗം നമുക്ക് ഭക്ഷണം കുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം. രാവിലത്തെ ചായയോ എന്തെങ്കിലും ആക്കണം. ഇല്ലെങ്കിൽ വേഗം പാക്ക് ചെയ്തിട്ട് നമുക്ക് റിട്ടേൺ അടിക്കാൻ വിചാരിക്കുന്നു. കാരണം ഇനി മഴ പെയ്ത് പ്രദേശം മൊത്തം മഞ്ഞ് വീഴും കേട്ടോ. ഓ, അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു പോയല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ, വലിയ ഇതൊന്നുമില്ല. നമ്മുടെ ഇത് കണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇത് നമ്മുടെ ഗോതമ്പിൻ്റെ നൂഡിൽസ് ആണ് കേട്ടോ. ഇവിടുന്ന് പാക്കറ്റ് വാങ്ങാൻ സാധിക്കുന്നതാണ്. ഓ, തീ കൊണ്ടുകൊണ്ട് എന്താ പറയുക, തീയും കൊണ്ട് ഈ ഒരു ഭക്ഷണം കഴിക്കണം കേട്ടോ. എൻ്റെ സ്പൂൺ അതിൻ്റെ അടിയിൽ പോയി. ഓക്കെ, ഈ തണുപ്പത്ത് ഇത് കഴിക്കാൻ കിട്ടുന്ന സുഖമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ടെൻറ്റ് പാക്ക് ചെയ്ത് നമുക്ക് റിട്ടേൺ ഇറങ്ങണം കേട്ടോ. അതൊക്കെ ഞാൻ ഉൾപ്പെടുത്താം. ഈ എപ്പിസോഡ് എത്ര പേര് ക്ഷമയോടെ മുഴുവൻ കണ്ടു എന്ന് എനിക്കറിയത്തില്ല. കണ്ടവരോട് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നു. നിങ്ങൾ കണ്ടില്ലേ, ഒരു ദിവസം മൊത്തം നടത്തത്തിന് പോയി, പിന്നെ ഒരു ദിവസം മൊത്തം പാക്കിങ്ങിന് വേണ്ടി വരും. ഒരു ഏകദേശം 2 മണിക്കൂർ വേണം പാക്കിങ്. 1.5 മണിക്കൂർ എന്തായാലും വേണം. നമുക്ക് കഷ്ടിച്ചാണെങ്കിൽ, ഹെവി ആണെങ്കിൽ 2 മണിക്കൂറോളം കേട്ടോ. പാത്രമൊക്കെ കഴുകിയിട്ടാണെങ്കിൽ അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് തിരിച്ചിട്ട് വെച്ച് റെഡിയായി നിൽക്കണം കേട്ടോ. ഞാൻ തണുപ്പായതുകൊണ്ടാണ് എൻ്റെ സംസാരം കുറച്ചിങ്ങനെ ഇടറി പോകുന്നത്. കാലാവസ്ഥ ഇന്ന് വളരെ മോശമാണ്.
ഇന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റർ തിരിച്ച് താഴോട്ട് ഇറങ്ങണം. താഴോട്ട് ഇറങ്ങി ഏകദേശം എനിക്കൊരു 7 മണിക്കൂർ മതിയെന്ന് വിചാരിക്കുന്നു. മേലോട്ട് വരണമെങ്കിൽ ഒരു 9 മണിക്കൂർ 10 മണിക്കൂർ 6 മണിക്കൂറുള്ളെങ്കിൽ ഞാൻ സ്പീഡിലാണെങ്കിൽ എത്തും കേട്ടോ. ലഗേജ് ഉള്ളത് കൊണ്ട് 7 മണിക്കൂർ കൂട്ടാം. ഈ തിരിച്ച് താഴെ എത്തണം. കാരക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഹോസ്റ്റലിൽ പോയി താമസിക്കണം. ബഡ്ജറ്റ് ഹോസ്റ്റലിൽ കിടന്നുറങ്ങണം. ഈ തുണികൾ മുഴുവൻ അലക്കണം കേട്ടോ. മൊത്തം അലക്കിയിടണം. വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ ഏകദേശം 100 രൂപ 200 രൂപ അലക്കാൻ കൊടുക്കണം ഈ ഒരു കിർഗിസ്ഥാൻ ഏരിയകളിൽ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വസ്ത്രം വൃത്തിയാക്കുന്നത്. അല്ലാത്ത പക്ഷേ ഇവിടെ വെയിലാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് എൻ്റെ തുണി അലക്കിയിടായിരുന്നു. ഇന്നലെ തന്നെ അലക്കിയിടായിരുന്നു. പക്ഷേ കാലാവസ്ഥ മഴയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ജീവിതം പോകുന്നു. യാത്രകളും മുന്നോട്ട് പോകുന്നു. ഒരു ബഡ്ജറ്റ് യാത്ര മറ്റൊരു ദേശത്ത് ഞാൻ എങ്ങനെയാണ് നടത്തുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് കേട്ടോ. ഈ സെയിം കാര്യങ്ങൾ ഒരു ഗൈഡിനെ വെച്ച് ഒരു ഹോട്ടലിൽ വെച്ച് പോകാനാണെങ്കിൽ പെർ ഡേ 20,000 രൂപ 30,000 രൂപ നമുക്ക് ഈ ഒരു രാജ്യത്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇതേപോലെ സ്ഥലത്ത് റിസോർട്ടിനൊക്കെ പെർ ഡേ 10,000 രൂപ, ഭക്ഷണത്തിന് 2,000 രൂപ, ഗൈഡിന് 10,000 രൂപയ്ക്കാണ്. അത് മൊത്തം ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നെന്ന് മാത്രം കേട്ടോ. ആഗ്രഹം കൊണ്ടാണ്. ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിക്കണം എന്നൊക്കെ ഉണ്ട് എനിക്ക്, സമാധാനത്തോടെ വലിയ ഭാരങ്ങളൊന്നും ഇല്ലാതെ. പക്ഷേ അത് സാധിക്കില്ല. എല്ലാ മനുഷ്യർക്കും അത് സാധിക്കില്ല ജീവിതത്തിൽ. എല്ലാവരും ഈ ലോകത്തിൽ വലിയ കോടീശ്വരനോ പണക്കാരോ ഒന്നല്ല. പക്ഷേ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഒന്നാണ്, സ്വപ്നങ്ങൾ ഒന്നാണ്, ജീവിതം ഒന്നാണ്. അതിനുവേണ്ടി കുറേ പണങ്ങൾ വരുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന ഒന്നും നടക്കണമെന്നില്ല കേട്ടോ. ഉള്ള സമയത്ത് അങ്ങനെ ഇറങ്ങുക. എന്തായാലും ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. താഴോട്ട് പോകുന്ന കാഴ്ചകൾ വേറെ എപ്പിസോഡ് വേണമെങ്കിൽ ആക്കുക കേട്ടോ. കാരണം സെയിം കാഴ്ചകളാകുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ്. എന്നിരുന്നാലും സുഹൃത്തുക്കളെ, നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദിയും മാത്രം. മറ്റൊരു എപ്പിസോഡുമായി ഞാൻ ഉടനെ വരാം.